രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പൊന്നോമന കുമാരൻ ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി അടുത്ത് വരികയാണ്. കർത്താവ് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം അവിടുത്തെ കൺട്രോളിങ്ങിലായിരിക്കാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താവെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തൃത്വത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. വളരെ തിരക്കുകളുടെ നടുവിലും സാഹചര്യങ്ങളുടെ അവസരങ്ങളിലും കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കിട്ടുന്ന നിമിഷങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തൻ്റെ ദാസൻ കാണിച്ച തൽപരതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ വായായി കൂടെ ഇരിക്കണമേ. തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും തുടർന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റിതര മീഡിയകളിലൂടെയും ഈ സാക്ഷ്യവാചകം കേൾക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവ മഹത്വത്തോട് നിർത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രികാലം വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വളരെ യാത്രയിലായിരുന്നല്ലോ. ഇന്നും യാത്രയിലും തിരക്കിട്ട ശുശ്രൂഷകളുടെ നടുവിലും ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്യുവാൻ കാണിച്ച മനസ്സിന് പിന്നെയും കർത്തനാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഈ രാത്രി വേളയെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകരൊക്കെയും കർത്തദാസന്റെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്നു. ഇന്ന് കർത്തദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഇപ്പോൾ ഏത് ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്? IPC. പ്രൈസ്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഏത് സ്ഥലത്താണ്? ഏത് സംഘടനയോടുള്ള ബന്ധത്തിലാണ്? റാന്നിയിൽ IPC ചർച്ചിൽ. IPC. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പൊ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് എറണാകുളത്തായിരിക്കുന്നത്. റാന്നിയിലാണ് താൻ ശുശ്രൂഷയിലായിരിക്കുന്നത് അല്ലേ?
അതെ അതെ. ഫേസിലെ പ്രിയ പ്രേക്ഷകരെ, കർത്തദാസന് ഒരു ശുശ്രൂഷയുള്ള ബന്ധത്തില് ആമീൻ കഴിഞ്ഞ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് എറണാകുളത്ത് കടന്നു വന്നതാണ്. ഇന്ന് പകൽക്കാലം ചില ശുശ്രൂഷകൾ ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളോടൊത്ത് ഈ രാത്രി വേളയെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. റാന്നി സ്വദേശിയാണ് താൻ, അവിടെ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുന്നു. ആമീൻ. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകളെ ഓർത്തെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഒരു വാക്കിൽ ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ എന്റെ സ്വന്തം വീട് ആലപ്പുഴ ജില്ലയിലെ ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ആലപ്പുഴക്കാരനാ? സ്തോത്രം. ആലപ്പുഴ ജില്ല ആർ ബ്ലോക്ക് ഓക്കെ. ദ്വീപാണ്. ഓ, സ്തോത്രം. അവിടെ അവിടെ ഈ അങ്ങനെ ഒരു ദ്വീപുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ആലപ്പുഴ ജില്ലയിലാണ്, സ്തോത്രം. പുന്നമട കായലിനടുത്ത്. ഓക്കെ ഓക്കെ. അവിടെ ഈ കോട്ടയത്തുള്ള മണർകാട് മീൻസ് ഉറവയ്ക്കലുള്ള മാണിപ്പാസ് എന്ന് പറഞ്ഞ ടീം അവർ പരസ്യത്തിന് വന്ന് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്ന് പരസ്യം പ്രസംഗിച്ചതിന്റെ ആ മുഖാന്തരമായിട്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അപ്പോൾ ഈ പരസ്യയോഗങ്ങളൊക്കെ വളരെ പ്രയോജനമാണ് എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് കർത്തദാസൻ. സ്തോത്രം. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കൾ എത്ര പേരുണ്ട്? മക്കള് രണ്ടുപേരാണ്. മോളിപ്പം +2 പരീക്ഷ കഴിഞ്ഞ് നഴ്സിംഗിനുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ബാംഗ്ലൂർക്ക് പോയിരുന്നത്. ഇന്ന് രാവിലെ എത്തിയത്. മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, വൈഫ് കുവൈറ്റ് ജോലി ചെയ്യുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. കർത്തദാസന് ഏറിയ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാൻ കാണുമല്ലോ. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ ആമേൻ തന്റെ പ്രേക്ഷകരോട് പങ്കിടുവാൻ സമയം വേർതിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ഇടപെടത്തുള്ളൂ, ഇല്ല എങ്കിൽ കർത്തദാസന് തന്റെ സാക്ഷ്യങ്ങൾ തുടരാം. അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിൽ ഈ സാക്ഷ്യ കൂടാരം എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടെ ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചും ദൈവത്തെ നന്ദി പറയാണ്. അതിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ ദാസി വീണ തോമസിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ദൈവം ബലപ്പെടുത്തി, ദൈവം ശക്തീകരിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഈ ഡേറ്റ് തന്നെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി. കാരണം 23 വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സാക്ഷി പറയുന്നത്. പലതവണ ഞാനിങ്ങനെ ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് എന്റെ സാക്ഷ്യം ഇതുവരെയും ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവസരം കർത്താവിന്റെ ദാസി ഒരുക്കി എന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ പേര് രാജേഷ് ഇയാർ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഈ സൈക്കിളും ഒന്നും വരത്തില്ല, വണ്ടി വരത്തില്ല. അവിടെ ബോട്ട് മാത്രമേ ഉള്ളൂ. കോട്ടയത്തുനിന്ന് വിടുന്ന ബോട്ട് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വിടുന്ന ബോട്ട് 1 മണിക്കൂർ ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ. അപ്പം എൻ്റെ 19 വയസ്സ് വരെ ഞാൻ അവിടെ ജീവിച്ചേ. 20ാമത്തെ വയസ്സാണ് യേശുവിനെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ കോട്ടയത്ത് വന്ന് പുതുപ്പള്ളിയിൽ താമസിക്കുന്ന 23 വർഷമായിട്ട് ഇപ്പൊ പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലെല്ലാം താമസിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പുതുപ്പള്ളിയാണ്. ഇപ്പോഴും അവിടെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ മണർകാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 19 വയസ്സ് വരെ ഈ ലോകപ്രകാരം ജീവിച്ച ലോകപ്രകാരം ജീവിച്ചെന്ന് പറഞ്ഞാൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 6ലോട്ട് ജയിച്ച് ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ശനിയാഴ്ച ദിവസം അവധിയായിട്ട് ക്രിക്കറ്റ് കളിച്ച സമയത്ത് വീണ് എൻ്റെ കൈ ഒടിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂളിലോട്ട് പോയിട്ടില്ല. പിന്നെ ഞാൻ പോകുന്നത് ബാർ ജോലിക്കാണ് പോകുന്നത്. കോട്ടയത്ത് കോടിമതയിലുള്ള ഒരു ബാറിൽ 2 മാസം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ പാമ്പാടിയിൽ ഒരു ബാറുണ്ട്, അവിടെ 1 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് അവിടെ വന്ന് പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വെച്ചാൽ മദ്യപിക്കുമായിരുന്നു, പാൻപരാഗ്, ഹാൻസ് അങ്ങനെ മുതലായവ ഞാൻ ഉപയോഗിക്കുക. അതുപോലെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുത്ത് ഒരു അലമ്പ ജീവിതമാണ് ഏകദേശം 14 വയസ്സ് മുതൽ ഞാൻ 19 വയസ്സ് വരെ ജീവിച്ചത്. അനേക വഴക്കുകളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക സ്വഭാവ രീതിയായിരുന്നു എൻ്റേത് യേശുവിനെ അറിയുന്നതിന് മുമ്പ്. കാരണം ഏതൊരു വ്യക്തി കത്തിയോ വാളായിട്ട് വന്നാൽ അതിനെ വെല്ലുന്ന ഒരു ആയുധം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം അത് കാണിക്കുമ്പോഴേ ആൾക്കാരെല്ലാം ഓടും, പിന്നെ നിൽക്കത്തില്ല. അങ്ങനെ ഒരു ജീവിതശൈലിയായിരുന്നു. കാരണം അങ്ങനെ ജീവിച്ച് ഞാൻ പോന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഭൂമി കാണത്തില്ല. എന്നാൽ യേശുവിന്റെ ആ സ്നേഹം
എന്നെ തേടി വന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കലും ഞാൻ അവിടെ വന്ന് ഈ പരസ്യത്തിന് വേണ്ടി അവരെല്ലാം ഒരുപാട് ദേവാസന്മാർ അവിടെ വന്ന് മറ്റുള്ളവരോടാ പറഞ്ഞത്. ഞാൻ ചുമ്മാ സൈഡിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആ വചനം എന്നോട് ഇടപെട്ട് അങ്ങനെ 2002 ജനുവരി ഞാൻ 6-ാം തീയതി രക്ഷിക്കപ്പെടുന്നു, ജനുവരി 13-ാം തീയതി സ്നാനപ്പെടുന്നു. അങ്ങനെ 4 മാസം ഞാൻ വീട്ടിൽ നിന്നുള്ളൂ. അപ്പൊ എനിക്ക് അവരൊരു ബൈബിളൊക്കെ തന്ന് സ്നാനപ്പെട്ട് അതിനുശേഷം എനിക്ക് കൂടുതൽ ബൈബിളിനെ കുറിച്ച് അറിയണമെന്ന് തോന്നി. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പുതുപ്പള്ളി വരുന്നത് 2002 ജൂൺ 5-ാം തീയതി. അങ്ങനെ 10 വർഷത്തോളം ഞാൻ പുതുപ്പള്ളി ഒരു ചർച്ചിലായിരുന്നു. എന്നാൽ ഈ വിദ്യാഭ്യാസം നിർത്തിയതിന് ശേഷം എൻ്റെ വായനയൊന്നുമില്ല, പഠിത്തമൊന്നുമില്ല. എൻ്റെ എല്ലാ വായന എഴുത്തെല്ലാം ഞാൻ മറന്നുപോയിട്ട് ബൈബിൾ എൻ്റെ കൈ കിട്ടിയിട്ട് ചിലത് വായിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം വായിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ 10 വർഷത്തോളം ഞാൻ ആ ചർച്ചില് അവിടുത്തെ കാര്യങ്ങളും ചെയ്ത് നിന്ന് വേറെ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം എന്നെ വിളിച്ചതാണ്. കാരണം ദൈവം വിളിച്ചതിന്റെ പല ദൈവദാസന്മാർക്ക് കൂടി ഒരുപാട് ആലോചന കിട്ടും. എന്നാൽ 10 വർഷത്തോളം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ച്. എന്നാൽ 2013-ലാണ് അവിടുന്ന് സ്വന്തമായിട്ട് ഞങ്ങള് തിരുവല്ലയിലോട്ട് താമസം മാറുന്നത്. അവിടെ വെച്ചാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങിയത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള പ്രാർത്ഥനയല്ല. കാരണം ഈ 10 വർഷം ആ ചർച്ചിൽ നിന്നിട്ട് എനിക്ക് പ്രസംഗിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ എനിക്ക് ശുശ്രൂഷ ചെയ്യണം, കാരണം എൻ്റെ മേൽ ദൈവത്തിന്റെ വിളിയുണ്ട്, അത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങിയത്. അങ്ങനെ ഏകദേശം 6 മാസത്തോളം അവൻ ദൈവസ്ഥനിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് ബലപ്പെടുത്തി. കാരണം വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി കളഞ്ഞ പിന്നെ എഴുത്തും വായന എല്ലാം പ്രശ്നമായി. വേറെ വ്യക്തികളായിട്ട് പരിചയമില്ല, ആ ചർച്ചുമായിട്ട് മാത്രമേ പരിചയമുള്ളായിരുന്നു. വേറെ ആരും എന്നെ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും വിളിക്കാറില്ല. അങ്ങനെ 6 മാസം ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അങ്ങ് ബലപ്പെടുത്തി ശക്തീകരിച്ച്. അതിനുശേഷം 2013 ഏപ്രിൽ മാസം തുടങ്ങിയ ശുശ്രൂഷയും പ്രാർത്ഥനയാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ദൈവം അയച്ചു അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. കാരണം എനിക്ക് പ്രസംഗിക്കാൻ ഒരു കഴിവ് ആ സമയത്തില്ലായിരുന്നു, കാരണം അത് വലിയ രീതിയിൽ വചനമൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥന മുഖാന്തരം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി അനേകരെ സൗഖ്യമായിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ അനേക പേരുടെ ശരീരങ്ങളിൽ നിന്ന് അന്ധകാര ശക്തി അഴിഞ്ഞു മാറി. അതിന്റെ ഒരു മുഖാന്തരമായി തീർന്ന് 2012 അവസാനം ഞാനൊരു 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്. അന്ന് 21-ാമത്തെ ദിവസമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആത്മാവിൽ നിറച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അന്ധകാര ശക്തി ഇളകി. അവിടെ ഒരുപാട് ദേവാസന്മാരുണ്ടായിരുന്നു. ഇളകിയ സമയത്ത് ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഇളകി നിൽക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു പോയി തൊടാൻ പറഞ്ഞു. ഞാൻ ചെന്ന് അവരുടെ തലയെ കൈവച്ചപ്പോൾ പെട്ടെന്ന് അവർ നിലത്ത് വീണ് അത് അഴിഞ്ഞു മാറി. അന്ന് ആ ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്ന് അത് ഇന്ത്യയില് എല്ലാ സ്റ്റേറ്റുകളിലും ആ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. കാരണം ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ശുശ്രൂഷ വേണം, വേണ്ടുന്ന പോലെ എന്ത് ചെയ്യാം, പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ കർത്താവ് എന്നെ അങ്ങ് ആത്മാവിൽ നിറച്ച് ഇന്ത്യയിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ അനേക ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ബലപ്പെടുത്തി. ഏകദേശം 2013 മുതൽ 2019 വരെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിരുന്നു. ഞാൻ കൂടുതൽ സമയം നോർത്ത് ഇന്ത്യയിലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ ഫലമായി അനേക സഭകളില് പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയെല്ലാം അനേക ആത്മാക്കളുടെ രക്ഷയിലേക്ക് വന്നു. എനിക്കറിയാം, ഡൽഹിയില്, ഹൈദരാബാദ്, അങ്ങനെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ 21 ദിവസം ദൈവദാസന്മാരെ കൂട്ടി പ്രാർത്ഥനകൾ നടത്തി. അതെല്ലാം സഭകൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ കോവിഡിന് ശേഷം ഞാൻ 2020 മുതൽ 2024 പൂർത്തീകരിക്കുന്നവരെ പല സ്ഥലങ്ങളിലും ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഈ 2025 തുടങ്ങിയ സമയം മുതൽ ഫെബ്രുവരി മാസം മുതൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ ഇപ്പോൾ ഇന്ത്യയിലെല്ലാം സഞ്ചരിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം ദൈവത്തിന്റെ ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്ന് കൃപയാൽ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് ആമേൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്ഥലത്ത് കടന്നു ചെന്നാൽ, ഞാനിത് പറയുന്നത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ആമേൻ കഴിവില്ലെങ്കിൽ, അങ്ങനെ ഒരു വചന പ്രസംഗിക്കാനുള്ള കഴിവില്ലെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അന്ന് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന്
ഏകദേശം മണിക്കൂറുകൾ അവൻ പ്രസംഗിച്ചാലും തീരാത്ത രീതിയിൽ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആ വചനം തന്ന് സ്തോത്രം. ഏത് സ്ഥലത്ത് കടന്നു ചെന്നാലും ആ വീട്ടിൽ അല്ലെ ആ സഭയിലുള്ളവർക്ക് വേണ്ടിയുള്ള വചനവും അവർക്ക് വേണ്ടിയുള്ള ആലോചനയും പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ ഒരു പ്രത്യേക നിയോഗത്താൽ ഞാൻ ഈ ദിവസങ്ങളിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ 23 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പുറത്തൊരു മുറിവുണ്ടായാൽ നമുക്കത് കാണാൻ പറ്റും, അതിന് മരുന്ന് വെക്കാൻ പറ്റും, സ്റ്റിച്ച് ഇടേണ്ടതാണ് സ്റ്റിച്ച് ഇടാം. എന്നാൽ അകത്തെ മുറിവ് നമുക്കുണ്ടായാൽ അതൊരിക്കലും ആർക്കും കാണാനും പറ്റത്തില്ല, ആർക്കും അത് സൗഖ്യമാക്കാനും മായ്ക്കാനും പറ്റത്തില്ല. എന്നാൽ അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്തോത്രം. ഞാൻ കൂടുതലും സമയങ്ങളിൽ ഞാൻ ലേഖനങ്ങളാണ് പഠിക്കാറുള്ളത്. ബൈസ്കൂളിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടെന്ന് കൃപയാൽ ദൈവത്തിന്റെ ആത്മാവ് 2013 മുതൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾ. കാരണം തിയോളജി ആണേലും ദൈവവചനത്തിൽ കൂടെ ആണെങ്കിലും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കഴിവില്ല, എനിക്ക് അങ്ങനെ കർത്താവ് അങ്ങനെ വേല ചെയ്യണം, അതുകൊണ്ട് എനിക്ക് വചനം ശുശ്രൂഷിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞ് തന്നോട് കൂടെ ഇരിക്കാനും വചനം പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും രോഗിയെ സൗഖ്യമാക്കേണ്ടതിനും എന്തിയാ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ആ 4 കാര്യം ഞാനിപ്പോൾ ഓർഡറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന്, പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് തന്ന ഒരു പ്രത്യേക ഒരു കൃപയാ പ്രാർത്ഥിക്കാനുള്ളൂ. കൃപയാല് ഇന്ത്യയിലിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും അനേക രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് ഉള്ള കണക്ഷൻ ദൈവം തന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, ഏകദേശം ഒരു ദിവസം ഞാൻ 18 മണിക്കൂർ വരെ ദൈവസ്ഥാനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എനിക്ക് കഴിവില്ല. കർത്താവ് പ്രാർത്ഥിക്കാനുള്ള കൃപ. യേശു പോലും നമുക്ക് മാതൃകയായിരുന്നു. യേശു രാത്രിയിൽ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. പകൽ യേശു എന്ത് ചെയ്യാ നമുക്കറിയാം, പകലെല്ലാം യേശു ശുശ്രൂഷിക്കും. എന്നാൽ രാത്രി സമയങ്ങളിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഞാനിങ്ങനെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ ലൈവിൽ പറയാറുണ്ട്, നമുക്ക് എല്ലാവരും സീസൺ വെച്ചുകൊണ്ടിരിക്കുക ശുശ്രൂഷയ്ക്ക് വേണ്ടി. കൺവെൻഷന് സീസൺ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് സീസൺ, ഓരോ സീസൺ. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും ഒരു സീസൺ ഇല്ല. പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന്റെ ആത്മാവ് ഏതു സമയവും ഉപയോഗിക്കും. കാരണം അനേകര് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി പുറത്തു വരാനുണ്ട്, അനേകര് സൗഖ്യമാകാനുണ്ട്, അനേകര് പിശാചിന്റെ പിടിയിൽ കിടക്കുവാണ്. നമുക്കറിയത്തില്ല. കാരണം ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും കടന്നു പോകുന്നത് കൊണ്ട് നമുക്കറിയാം അനേകര് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന. കേരളത്തിലുള്ള നമുക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളം ഞാൻ കർണാടക ബീദറിലായിരുന്നു, 20 ദിവസത്തോളം. അവിടെ അനേക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച്. കാരണം പ്രാർത്ഥനയുടെ വില നമ്മൾ അറിയുന്നത് എന്തിയാ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോഴാണ്. കാരണം പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകും. അപ്പൊ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പൗലോസ് പറയാണ്, നിങ്ങൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക സമയം പറയുന്നില്ല, ഏതു നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാം. 34 സങ്കീർത്തനത്തിൽ പറഞ്ഞ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നമ്മൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, സുവിശേഷ വേലയിലായിരിക്കുന്നെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അനാവശ്യമായി കളയാതെ. എന്റെ സമയം ഒരുപാട് പോയിട്ടുണ്ട്. ഏകദേശം 2020 മുതൽ 2024 വരെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സമയം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ കഴിഞ്ഞ നാളിൽ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെട്ടതുപോലെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തണം. കാരണം ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ പോയെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനുള്ളൂ. എന്റെ 23 വർഷത്തെ ക്രിസ്തീയ ജീവിത അനുഭവത്തിൽ അനേക പ്രശ്നങ്ങൾ. എന്നെ ലൈവ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു ശുശ്രൂഷയെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷയെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് നമുക്കൊരു ജസ്റ്റ് ഒന്ന് പ്രസംഗിക്കാൻ പോകാൻ, വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ പ്രസംഗിക്കാൻ പോകാനാണെങ്കിൽ നമുക്ക് പ്രശ്നവും പോരാട്ടവും പ്രതികൂലവും ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ, നിങ്ങൾ നല്ല ഒരു ശുശ്രൂഷയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രതികൂലം വന്നിരിക്കും. ആ പ്രതികൂലത്തെ ജയിക്കാനുള്ള അഭിഷേകം ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. കാരണം എനിക്ക് കഴിവില്ലായിരുന്നു. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്.
ഇന്ന് രാത്രി എനിക്ക് സകലതും കഴിയുന്ന പൗലോസ് പറയുന്നത്, ഇന്ന് രാത്രി നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കഴിയും. ഞാൻ എന്റെ ജീവിതത്തിലെ ഇന്ന് ഇത്രത്തോളം ആത്മീകമായിട്ടൊരു വളർച്ച എന്റെ കാരണം ഒരു ദൈവദാസനാണ്. 2005 കർത്താവിന്റെ ദാസനെ എന്നോട് പറഞ്ഞു, ആയിഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മലയാളത്തിൽ പ്രാർത്ഥിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും ബുദ്ധിയിലും പ്രാർത്ഥിക്കും, കൂടുതൽ സമയം അന്യഭാഷയിൽ മാറരുന്ന് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഏകദേശം ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരങ്ങൾ, ദൈവം എന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മുടെ ഏതൊരു വേദിയിലും ഏതൊരു വ്യക്തിയുടെ മുമ്പിലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് മാനുഷികമായിട്ടൊരു ഭയം ഉണ്ടാകും. എന്നാൽ നമുക്കറിയാം, യേശുവിനെ ഒരു സ്ത്രീയുടെ മുമ്പിൽ പത്രോസ് തള്ളി പറഞ്ഞെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്യാ, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് എഴുന്നേറ്റ്, 4-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസ് ആത്മാവ് നിറഞ്ഞവനായിട്ട് എഴുന്നേറ്റ് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ നിന്ന്, പൗലോസിന് ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്ന, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ച് ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ അവൻ മിണ്ടാതാക്കി. അപ്പൊ നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവന്റെ ആശ, വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഒന്ന് നമ്മുടെ ആശ എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിനോട് കൂടെ നിത്യതയിൽ വാഴാൻ, അവൻ സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നിത്യജീവനാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട്. അതിന് താഴെയുള്ള ഈ ലോകത്തിലെ ഏതൊരു അനുഗ്രഹവും, നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ പ്രാപിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും നമ്മുടെ നിത്യത നമ്മൾ നഷ്ടമാക്കുന്നെങ്കിൽ, ഒന്നാമത് നമ്മുടെ നിത്യത കളയാതെ സൂക്ഷിക്കുക. രണ്ടാമത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമെന്ന് നമുക്ക് ദൈവശക്തി വേണം. പൗലോസ് പറയാണ്, അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മുന്നോട്ട് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവശക്തി വേണം. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്, അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവ് പൗലോസ് അങ്ങനെ നമുക്ക് വേണ്ടി നമ്മൾ ആ ദൈവശക്തി അറിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ, ആ കർത്താവ് ആ ദൈവശക്തി വേണം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏത് പ്രശ്നത്തിലായാലും ഏത് പ്രതികൂലത്തിലായാലും ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നമുക്ക് ഏതൊരു പ്രശ്നമോ ഒരു പ്രതികൂലോ പെട്ടെന്നുണ്ടായി നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. നമുക്കറിയാൻ എന്ത് ചെയ്യുക, പ്രിയപ്പെട്ടവരുടെ നമ്പർ കുത്തി. ഇപ്പൊ നമ്പർ അങ്ങനെ കുത്താറില്ല, ഇപ്പൊ എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ആ സേവ് ചെയ്ത നമ്പറിലോട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾ പറയും. പണത്തിനാണ് പണം ചോദിക്കും, മറ്റുള്ള കാര്യങ്ങൾക്കാണ്, ഏത് കാര്യത്തിനും അവരോട് നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കും. എന്നാൽ ആദ്യം നമ്മുടെ ഒരു കാര്യമുണ്ടായാൽ നമ്മൾ ദൈവത്തോട് പറയാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും. കാരണം നമ്മൾ പൂർണ്ണമായി ദൈവമക്കളാണെങ്കിൽ പൂർണ്ണമായി കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. യേശു പോലും പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. കാരണം ലാസർ മരിച്ച് 4 ദിവസമായി, ഇനി ഒരിക്കലും ലാസർ പുറത്തു വരത്തില്ല. യേശു പറയുവാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യും കാണും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര്, നിങ്ങൾ ഏത് വിഷയത്തിൽ ആയിരുന്നാലും ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. കാരണം എനിക്ക് എന്റെ സാക്ഷി ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ അച്ഛന്റെ നാട് വൈക്കം എന്ന സ്ഥലത്താണ്, വല്ലകം. ഞങ്ങളുടെ കുടുംബത്ത് 16 മന്ത്രവാദികളുണ്ട്. 16 മന്ത്രവാദികൾ. അടുത്ത 17ാമത്തെ മന്ത്രവാദി ആകേണ്ട ആളാ ഞാന്. എന്നാൽ കർത്താവ് എന്നെ 20ാമത്തെ വയസ്സിൽ വിളിച്ച് വേർതിരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ പറയാറുണ്ട്, നിന്നെ മന്ത്രവാദി ആക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാന് നീ വേറെ പ്രാർത്ഥനയിലോട്ട് തിരിഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ തിരിഞ്ഞല്ല, കർത്താവ് എന്നെ വിളിച്ചതാ. കാരണം മന്ത്രവാദം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പിതാക്കന്മാര് എനിക്കറിയാം, ഏകദേശം 4 പേര്, ഞങ്ങളുടെ കുടുംബത്തിലെ 4 മന്ത്രവാദികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അവര് എന്റെ ഏകദേശം ഒരു 26-27 വർഷം മുമ്പ് അവര് മന്ത്രവാദം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയി നിൽക്കാറുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ ഈ ആൾക്കാരുടെ ശരീരങ്ങളിൽ ഈ
ബാധ, അങ്ങനെ ഭൂതം കൂടിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവര് ചൂരലെടുത്ത് അടിക്കുകയും പറഞ്ഞു വിടുകയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഞങ്ങള് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ പാസ്റ്റർ രക്ഷയിലേക്ക് വന്നത്? അതെ 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 അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അകത്തും പാസ്റ്റർക്ക് വലിയൊരു സാക്ഷ്യം കാണുമല്ലോ. ആ, തീർച്ചയായിട്ടും വീട്ടിലെ തീർച്ചയായും. പശ്ചാത്തലങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ലെവലിലേക്ക് സാക്ഷ്യം ഒന്ന് കൊണ്ടുവരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് പറഞ്ഞ കാര്യം, അങ്ങനെ 16 പേര് ആദ്യമായിട്ടാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. ഞങ്ങളുടെ വീട്ടില് 16 പേര് ഞങ്ങളുടെ കുടുംബത്തുണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. ഇതിന്റെ മുഖാന്തരം ഞങ്ങളുടെ വീട്ടില് ഈ അവരുടെ ഹിന്ദു കണക്കനുസരിച്ച് പഞ്ചമിയിൽ 5 മരണമെന്നാ. ആ 5 മരണം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു. കാരണം ഈ പിതാക്കന്മാര് ചെയ്തതിന്റെ എല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്റെ 8ാമത്തെ വയസ്സിൽ, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ 1990 ഞങ്ങളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ്. എന്റെ പഠിത്തത്തിന്റെ ഒക്കെ കാരണത്തിന് നിന്ന് പോയതിന്റെ കാരണമൊക്കെ അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. 1990 എന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് ശരിക്കും അച്ഛന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ ലോകത്തിന്റെ രീതിയിൽ അങ്ങ് പോയി. അങ്ങനെ അങ്ങ് പോയാണ് ഞാൻ ഈ ഈ ബാറിലൊക്കെ ജോലിക്ക് അങ്ങ് പോയത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ആദ്യമായിട്ട് കർത്താവിന് ഞങ്ങൾ കുടുംബത്തിൽ തന്നെ വിളിച്ച് വേർതിരിച്ച്. ഇല്ലെങ്കിൽ എന്റെ പിതാവ് ആഗ്രഹിച്ച് എന്നെ നല്ലൊരു മന്ത്രവാദിയാക്കണമായിരുന്നു. കാരണം വൈക്കത്ത് ഞങ്ങളുടെ വല്ലകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ വെള്ളിപ്പന്റെ, എന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ 4ാം തലമുറ, ആ പുള്ളിക്കാരന്റെ പേര് കേട്ട ആൾക്കാർ ഭയക്കുമായിരുന്നു. അമ്മൻ കരിയത്ര കുഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ അന്നേരം വഴി മാറും. അത്ര ഭയങ്കര മന്ത്രവാദിയായിരുന്നു. അങ്ങനെ മന്ത്രവാദം കൊണ്ട് ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെട്ടില്ല. യേശുവിനെ അറിഞ്ഞത് കൊണ്ടായി ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ മാതാവും പിതാവും തമ്മിൽ അവർ വേറെ പ്രത്യേകിച്ച് പിണക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഫലമായിട്ട്, ഈ ആഭിചാരത്തിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ തകർച്ചകൾ ഉണ്ടായി. സാമ്പത്തികമായിട്ടും ഒരു രീതിയിലും ഞങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടില്ല. അതുപോലെ അധപ്പതിച്ചു പോയി. എന്റെ ജീവിതം പോലും അധപ്പതിച്ച് ഒരിക്കലും ഒരു നല്ല കുടുംബ ജീവിതം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. എന്റെ അരയ്ക്ക് ചുറ്റും എപ്പോഴും ഹാൻസും പാൻപരാഗും വെച്ചിരിക്കും. ഡെയിലി ഞാൻ ഏകദേശം പറഞ്ഞാല് 1 ലിറ്റർ ചാരായം കുടിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അന്ന് ഉപയോഗിച്ച പാൻപരാഗിന്റെ ഹാൻസിന്റെയും അത് മുഖാന്തരം ഇപ്പോഴും എന്റെ പല്ലിന് കേടുണ്ട്. ഇപ്പോഴും നല്ല ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ച ഞാൻ പറഞ്ഞത്, അതുപോലെ അധപ്പതിച്ചു പോയി. അത്രമാത്രം അധപ്പതിച്ചെടുത്തുന്നാണ് യേശു എന്നെ 20ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തേ, വീണ്ടെടുത്തത്. ഒരുപാട് സാക്ഷ്യമുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും അനേക കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കായികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഒരു വ്യക്തിയെയും നിമിഷ നേരം കൊണ്ട് ഞാൻ നിലത്ത് കളയും. ഏകദേശം ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് 18 പേര് മുന്നിൽ വന്നാലും നിഷ്പ്രയാസം പെട്ടെന്ന് 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 അവരെ താഴെ കളയാനുള്ള അത്ര സ്പീഡും അത്ര മൈൻഡുമായിരുന്നു. കാരണം ഞാനിത് പഠിക്കുന്നതിന്റെ ഏകദേശം 7 വർഷം പഠിച്ച് അർദ്ധരാത്രി 12 മണിക്ക് ഇരുട്ടത്താ ഇത് പഠിക്കുന്നത്. കാരണം ഒരാടെ പുറകിൽ നിന്ന് അടി വന്നാലോ എന്തു വന്നാലും അതിനെ തടയാനുള്ള അത്ര കാര്യത്തെ പഠിച്ചിരിക്കുന്നത്. അതുപോലെ എന്താ ഭയങ്കര മിടുക്കരാന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത വെച്ച് ഞാൻ ജീവിച്ചിരുന്ന ഈ ഭൂമി കാണത്തില്ല. 20ാമത്തെ വയസ്സിൽ എന്നെ യേശു വിളിച്ച് വേർതിരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന ഞാൻ പറയാം, ഞാൻ യേശു എന്നെ വിളിച്ചത് കൊണ്ട്, യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നല്ലൊരു കുടുംബജീവിതം, നല്ല തലമുറയെ തന്ന്. ഞാൻ എന്റെ പിള്ളേരെ ഞാൻ അവരുടെ ചെറുപ്പത്തില് അവരെ ഇരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഏകദേശം അവരെ ഇരുത്തി 8 മണിക്കൂറോളം സ്തോത്രം ചെയ്യും. ഞാൻ ഏകദേശം 10-18 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പിള്ളേരെ എന്ത് ചെയ്യാ, ബാലം നടക്കുന്ന എന്ത് ചെയ്യാ, വഴിയിൽ അവനെ അഭ്യസിച്ചാൽ എന്ത് ചെയ്യാ, വൃദ്ധനായാലും എന്ത് ചെയ്യാൻ വിട്ടുമാറത്തില്ല. അപ്പൊ ഞാനിരുത്തി അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ഫലമായി എന്റെ മോള് 2 വർഷം മുമ്പ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. എന്റെ മകന് സ്നാനത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം മോനെ അഭിഷേകം പ്രാപിച്ച് അവൻ സ്നാനപ്പെട്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്റെ ഒരു പ്രാർത്ഥനാ ജീവിതം. ഞാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. കോടികൾ നമുക്ക് അവരുടെ ബാങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നിക്ഷേപിച്ചാലും അത് അവർ ദൂർത്തടിച്ച് കളയും. എന്നാൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് യേശുവിനെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ അവരായിരുന്നാലും അവിടെ യേശുവിനെ വിളിക്കാൻ ഒരു മനോഭാവം, കർത്താവിനെ വിളിക്കാൻ, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരു മനോഭാവം അവർക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് ഇന്ന് വരെ എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് വരെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മോക്ക് 18 വയസ്സായി.
മോന് 12 വയസ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇന്ന് വരെ ഒരു മരുന്ന് പോലും മേടിച്ചിട്ടില്ല. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. ഏകദേശം ഇന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് ഒരുക്കും. ഞാൻ പറഞ്ഞതിന്റെ കാരണം പൂർണ്ണമായിട്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത്. കാരണം 2018 എനിക്ക് ഷുഗർ വന്നിട്ട് എനിക്ക് ഏകദേശം 80 കിലോ തൂക്കം ഉണ്ടായിരുന്നു. 20 കിലോ പോയി. ഞാൻ ശരിക്കും മരിച്ചു പോയെന്ന് വിചാരിച്ചു. അത് ഇത്ര പോൽ ക്ഷീണിച്ചു പോയിട്ട്. പക്ഷെ എന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നീ ജീവിക്കും, ഇനിയും കർത്താവിന് വേണ്ടി സാക്ഷി. അങ്ങനെ ഷുഗർ വന്നതിന് ശേഷം 2019 ഇന്ത്യ മുഴുവൻ 2 മാസം കൊണ്ട് സഞ്ചരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന ലീഡ് ചെയ്യുവാനും പ്രസംഗിക്കുവാനും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ശരീരം ഏത് അവസ്ഥയിലായിരുന്നാലും, ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മയ്ക്ക് മാതാവിന് ഒരു 10 വർഷത്തോളം തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ആ തൈറോയ്ഡ് ഏകദേശം ഈ തൊണ്ടയുടെ സെൻട്രലായിട്ടാ. അപ്പൊ അത് എടുത്തു കളഞ്ഞാല് ശബ്ദം പോകുമെന്നും പറഞ്ഞത് ചെയ്തില്ല. 10 വർഷത്തിന് ശേഷം മാതാവിന് മാത്രം കളയാൻ അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയി അത് എടുത്തു കളഞ്ഞ മുഴ അവര് RCCോട്ട് അയച്ചു. അങ്ങനെ അത് തിരിച്ച് റിപ്പോർട്ട് വന്നത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഞങ്ങള് 4 വർഷങ്ങൾക്ക് 3 പ്രാവശ്യം RCC പോയി. അതിനുശേഷം അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ കോട്ടയത്ത് അടുത്ത് ഭാരത് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ കോട്ടയത്ത് അവിടെ പോയി അത് റേഡിയേഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ച് കൃപയാൽ 4 വർഷമായിട്ട് മാതാവിനെ കർത്താവ് സൗഖ്യമാക്കി ബലപ്പെടുത്തിയിരിക്കും. ഞാൻ ഇന്ന് വരെ അങ്ങനെ ആ സാക്ഷ്യം പുറത്ത് പറയാറില്ല. കാരണം കർത്താവ് ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാണ്. കാരണം നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി, നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഇന്ന് വരെ ഞങ്ങൾ ആ മാതാവിന്റെ സൗഖ്യവും നമ്മൾ അങ്ങനെ പറഞ്ഞു നടക്കാറില്ല. കാരണം ദൈവം തന്ന വിടുതല. 5 പൈസ ഞങ്ങളുടെ നിന്ന് നഷ്ടമാകാതെ, 1 രൂപ പോലും ചെലവില്ലാതെ കർത്താവ് മാതാവിനെ ബലപ്പെടുത്തിയത് കൊണ്ട് എന്ത് ചെയ്യാം, ഞങ്ങൾ ദൈവത്തെ കാരണം ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാനും ഇന്ന് കൃപയാല് ഈ 9 വർഷമായിട്ട് ഞാൻ പലപ്പോഴും അവർ പറഞ്ഞ മരുന്നെടുക്കുന്ന ഷുഗറിന് ഞാൻ ഏകദേശം നല്ലപോലെ മരുന്ന് ഈ മധുരം കഴിക്കുകയും ഉറക്കം നിൽക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും എന്റെ ശരീരത്തെ ബാധിച്ചിട്ടില്ല. ഇന്ന് ഏകദേശം ഞാൻ ഒരു സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടേ അവിടെ തന്നെ വിടാറുള്ളവര്. കാരണം പ്രാർത്ഥന, പ്രസംഗം, ശുശ്രൂഷ, ആലോചന ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇന്ന് പകലും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നിറങ്ങി രാവിലെ പുറത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഏകദേശം 8 മണി മുതൽ 2 മണി വരെ ശുശ്രൂഷിച്ച്. കാരണം ഇതൊന്നും എന്റെ ശരീരത്തെ ഇതുവരെ ബാധിച്ചു. കാരണം എന്റെ മേൽ വ്യാപരിക്കുന്ന പൗലോസ് പറഞ്ഞ് അളക്കാൻ പറ്റാത്ത ദൈവശക്തിയാണ്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അളക്കാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന് നമ്മളെ എന്ത് ചെയ്യാ, മുദ്രയിട്ടിരിക്കുകയാണ്. ഞങ്ങളെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതെല്ലാം ദൈവത്തിന്റെ അഭിഷിക്തന്മാര് പറഞ്ഞുള്ള അറിവാണ്, ആലോചനയാണ്. ഞങ്ങളെ തകർക്കാൻ വേണ്ടി, ഞങ്ങളെ തിരിച്ചു വരെ പോകാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ തീർത്ത് കളയാൻ വേണ്ടി. ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. കാരണം വചനം പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം എന്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് വന്നു. അതിനുശേഷം എന്റെ സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് വന്നു, അനിയൻ പ്രാർത്ഥനയ്ക്ക്. ഇന്ന് അവരെല്ലാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അനിയൻ കുടുംബമായിട്ട് 20 വർഷത്തോളം ബാംഗ്ലൂർ ആയിരിക്കുന്ന അവര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അവർ ഏജി ചർച്ചിൽ അവർ കൂടുന്ന പെങ്ങള് പാമ്പാടിക്കടുത്ത് ഒരു അയച്ചിരിക്കുന്നത്. അവിടെയാണ് അവർ താമസിക്കുക. അവർ തന്നെ പാമ്പാടി തന്നെ ചർച്ചയിൽ കൂടുന്ന കൃപയാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വചനം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ 2002 കർത്താവിനെ അറിയുന്നത്. ആ സമയം മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എന്തിയാ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഏകദേശം 2007 ആയപ്പോഴത്തേക്ക് എന്റെ മാതാവും എന്റെ സഹോദരിയും കർത്താവിനെ അറിഞ്ഞു. അതിനുശേഷം 2014 ആയപ്പം എന്റെ അനിയനും കർത്താവിന്. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം പ്രാർത്ഥനയിൽ കഴിയാത്ത വേറൊരു കാര്യമില്ല. നമുക്കറിയാം, ഈ ദാനിയേലിനെതിരെ രേഖ എഴുതിയിട്ട് ദാനിയേൽ ആ എഴുതിയ രേഖ ഭയപ്പെട്ടില്ല. കാരണം താൻ ചെയ്തു വന്നതുപോലെ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ രേഖ മാറി. തനിക്കെതിരായിട്ട് ആരൊക്കെ എഴുന്നേറ്റ് വന്നോ അവരെല്ലാം തീർന്നു പോയി. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവര്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട. കാരണം എനിക്ക് ഒരു കഴിവുമില്ലായിരുന്നു. ദൈവവേലയിൽ ഞാൻ 10 വർഷത്തോളം ക്ഷമിച്ച് പല ദൈവദാസന്മാരുടെ കൂടെ എന്ത് ചെയ്ത് നടന്നിട്ടുണ്ട്. കാരണം ഒരു ശുശ്രൂഷ വേണം, എനിക്ക് കഴിവില്ല, വിദ്യാഭ്യാസമില്ല, എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, എല്ലാം മറന്നുപോയി. അങ്ങനെ ആഗ്രഹിച്ച് നടന്ന അനേക ദേവാസന്മാരുടെ പ്രാർത്ഥന, അനേക ദേവാസന്മാരുടെ കൈവപ്പുകൾ
ഒരുപാട് എനിക്ക് ഒത്തിരി പേരെ പറയാനുണ്ട്. ഒരുപാട് പേരെന്നെ എന്ത് ചെയ്യാ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. കൃപയാൽ അമൻ ഇന്ന് ദൈവം, എന്റെ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്റെ ഈ 10 വർഷത്തോളം ഞാൻ ഇങ്ങനെ ഈ ശുശ്രൂഷയും പ്രസംഗിക്കാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ എന്ത് ചെയ്യാ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചർച്ച നിൽക്കുന്നെങ്കിലും ഒന്നും ചെയ്യത്തില്ലായിരുന്നു. മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അവന് ശുശ്രൂഷ കൊടുക്കണമെന്ന്. ആ മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി 2013 മുതൽ കർത്താവ് ഇന്ന് വരെയും നിർത്തിയിരിക്കുക. കാരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എല്ലാവരും ചെയ്യുന്നതല്ല, വ്യത്യസ്തമായ നിലയിൽ. കാരണം ജനം വിടുവിക്കപ്പെടണം, ജനം യേശുവിനെ അറിയണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച്, എന്നെ ഈ രാത്രി ലൈവ് ശ്രദ്ധിക്കുന്നവർ ഞാൻ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ച് 2013 ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ 2013 ഏപ്രിൽ മുതൽ കർത്താവ് എന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അയക്കാൻ തുടങ്ങി. ഏകദേശം 2019 ആയപ്പോൾ ഇന്ത്യ മുഴുവൻ കവർ ചെയ്ത് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി. കാരണം ഞാൻ അറിഞ്ഞ സത്യം അനേകരെ അറിയണം, യേശുവിനെ അറിയണം. കാരണം യേശുവിൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. ഈ ലോകത്തിലെ ഏതൊക്കെ കഴിവുണ്ടെങ്കിലും നമുക്ക് എന്നാ മിടുക്കുണ്ടെങ്കിലും, ഞാൻ പറയാറുണ്ട്, ഈ ശരീരത്തിലെ മർമ്മങ്ങൾ എനിക്കറിയാം, ശരീരത്തിലെ മർമ്മങ്ങൾ എനിക്കറിയാം. നമ്മുടെ മുഖത്തിലെ ഒരു ഞരമ്പൊന്ന് കോടിയാൽ മതി, നമ്മുടെ മുഖം വേറൊരു രൂപത്തിലോട്ട് പോകും. കാരണം നമുക്ക് ഞരമ്പ് നമ്മൾ എന്ത് ചെയ്യാ, ഏറ്റവും കൂടുതൽ ശരീരത്തുള്ള ഞരമ്പ. ഏതെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ നമ്മൾ വേറെ അവസ്ഥയിലേക്ക് പോകും. ഇന്ന് രാത്രി അതൊന്നും സംഭവിക്കാതെ ദൈവം നമ്മളെ നിർത്തിയിരിക്കും. നമ്മൾ ഒന്നും പുകഴാനില്ല. നമ്മൾ ദൈവസേനയിൽ എത്രത്തോളം താഴുന്നോ ദൈവം നമ്മളെ അത്രത്തോളം ഉയർത്തും. അതിനാ ദൈവത്തിന്റെ ബലമുള്ള കൈപ്പിടിയിൽ എന്ത് ചെയ്യാ താന്നിരിക്കും. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുമെന്നാണ്. കാരണം ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് എന്ത് ചെയ്യാ, ഇന്ന് ഞാൻ മന്ത്രവാദിയാകേണ്ട സ്ഥാനത്ത് ഇന്ന് കർത്താവ് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഈ ഞാൻ വിശ്വാസത്തിൽ വന്ന അതിനുശേഷം പല പ്രാവശ്യവും മരണത്തോട് എന്ത് ചെയ്യാ അടുത്തു വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം എന്നെ നിർത്തിയിരിക്കുക. കാരണം നമ്മുടെ മേൽ ദൈവം നമ്മളെ വിളിച്ചതിനകത്ത് ഒരു വലിയ പദ്ധതിയുണ്ട്. കാരണം ഞാൻ വേറൊരു സ്വഭാവ രീതിയായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ളവര്, എന്നെ അറിയാവുന്നവരെല്ലാം എന്ത് ചെയ്യാ പ്രത്യേക ബഹുമാനമാണ്. കാരണം ഞാൻ വേറൊരു ജീവിതശൈലി നയിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പോലും വകവെക്കത്തില്ലായിരുന്നു. എനിക്ക് ലൈവിൽ അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ, പിന്നെ പഴയത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനെ പോലും വകവെക്കത്തില്ലായിരുന്നു, അനുസരിക്കത്തില്ല. കാരണം എന്റെ ഇഷ്ടമായിരുന്നു എന്റെ ജീവിതം. അങ്ങനെ ജീവിച്ചിരുന്ന എന്ത് ചെയ്യാ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് അതിനകത്തു നിന്നെല്ലാം വളരെ മാറ്റം കൊണ്ടു. സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുക. അതിന്റെ പിന്നിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഇതിന്റെ പിന്നിൽ അനേക ദൈവമക്കളുടെ, അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുണ്ട്. അതെന്നെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ വരണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പെന്തക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗത്തിൽ, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് യേശുവിനെ അറിയായിരുന്നെങ്കിൽ ഒരിക്കലും പത്രോസ് എന്ത് ചെയ്യാ യേശുവിനെ തള്ളിപ്പറയത്തില്ല ഞാൻ വിശ്വസിക്കുന്നത്. പത്രോസിന് പറയാ, പത്രോസ് നിന്റെ പ്രസംഗത്തിൽ, നിന്റെ പെന്തക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടും യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ പത്രോസ് ക്രമീകരിച്ച് നിന്നായിരുന്നു. ഇന്ന് പകലും നമുക്ക് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയത്തില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട്. നമ്മുടെ കഴിവോ മിടുക്കോ പാരമ്പര്യ വിദ്യാഭ്യാസമോ പണമോ ഒന്നുമല്ല. ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിൽ താഴാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ മാനിക്കും. കാരണം ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. ഞാന് ഈ ഞങ്ങളുടെ അവിടെയൊക്കെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ജില്ല പുന്നമട എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോഴത്തെ ഈ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അന്ന് ഹൗസ് ബോട്ട് ഒന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ വലിയ കെട്ടുവള്ളമായിരുന്നു. ഞങ്ങളുടെ അവിടുന്ന് രാത്രി 12 മണിക്ക് ഈ വള്ളം ഊന്നി രാവിലെ ആകുമ്പോഴാ ആലപ്പുഴ ചെല്ലുന്നത്. അപ്പൊ ഈ വള്ളം ഊന്നി രാത്രി ഒറ്റയ്ക്ക് നിന്നാ ഊന്ന്. ഒറ്റയ്ക്ക് നിന്ന് ഊന്നണം എന്നുണ്ടെങ്കിൽ ഒരു കുപ്പി അല്ല 1.5 കുപ്പി ചാരായം വേണം. അത് മാത്രമേ ഈ വേമനാട് കായലിന്റെ കൂടെ ഊന്നി ആലപ്പുഴ. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യത്തിൽ കൂടി ഞാൻ ഓർക്കുമായിരുന്നു അവിടെ ദൈവിച്ചു. കാരണം പൗലോസ് പറയാണ്, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ ക്രിസ്തുവിൽ നമ്മളെ കണ്ടിരുന്നത്. ഞാൻ ഓർക്കായിരുന്നു ആ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യാ ഒന്ന് കാല് തെറ്റിയാൽ മതി. കാരണം അമരത്തിരിക്കുന്ന പുള്ളി വരുന്ന ഉറങ്ങുക. അവർക്ക് വേണ്ടിയാ പോകുന്നത്. ഓരോരുത്തരുടെ വീട് പണി നടക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാ പോകുന്നത്. അവരിരുന്ന് ഉറങ്ങും, ഞാൻ ഊന്നുവാണ്. ഊന്നി പോകുന്ന സമയത്ത് അവർ ഉറക്കുക. ഒന്ന് കാല് തെറ്റിയാൽ മതി, എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചിന്തിക്കും, കാരണം അവിടെ എല്ലാം ദൈവം സൂക്ഷിച്ച്. അങ്ങനെ അനേക അനുഭവം ഉണ്ട്. ഡെയിലി മദ്യപിക്കുമായിരുന്നു, ചാരായം വന്ന് കുടിച്ചോണ്ടിരുന്നു. അന്നൊക്കെ ചാരായൊക്കെ ഇഷ്ടം പോലെ കിട്ടും, ഇന്നൊക്കെ നടക്കത്തില്ല.
ഞാൻ അതുപോലെ മദ്യപാനം, വാക്ക് തെറ്റി. ഹാൻസൊക്കെ ഇന്നലെ ഈ ചുണ്ടിന്റെ സൈഡിലൊക്കെ ആയിരുന്നു വെക്കാൻ. അന്ന് ഞാൻ ചവയ്ക്കുമായിരുന്നു. അതുപോലെ എന്ത് ചെയ്യണം, ശരീരത്തിൽ ലഹരി വേണമായിരുന്നു. അതുപോലെ അധപ്പതിച്ചതാ. അവിടുന്ന് കർത്താവ് എന്നെ കണ്ട് എന്നെ സ്നേഹിച്ചിട്ട് ഇന്ന് രാത്രി നിന്നാന്ന് പറഞ്ഞു. ഇനിയും വലിയ പദ്ധതികൾ എന്റെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളെ ഉപയോഗിക്കും, നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കും. നമ്മുടെ ഈ സീസണൊക്കെ മാറ്റണം. കാരണം ഇങ്ങനെ 23 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ എനിക്ക് അവസരം ലഭിച്ചത്. അപ്പൊ എപ്പോഴും ഞാൻ പറയാത്തതിന്റെ കാരണം നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാ. പിന്നെ പഴയത് പറഞ്ഞ് നമ്മൾ ജഡം പൊങ്ങണ്ടെന്ന് വെച്ച് ഞാൻ പറയായിരുന്നു. എന്നാൽ ഇങ്ങനെ ദൈവം ഒരു അവസരം ഒരുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആന്റിയായിട്ട് പരിചയപ്പെട്ട് വേറൊരു അവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ സ്തോത്രം, ഇങ്ങനെ ഒരു മുഖാന്തരമാണ്. കാരണം 23 വർഷം മുമ്പ് കുഴിച്ചു മൂടപ്പെട്ട ആ സാക്ഷ്യം. കാരണം ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ അനേക യേശുവിനെ അറിയാനുണ്ട്. അവരെല്ലാം അറിയണം. ഇന്നും അവര് അന്ധകാരത്തിൽ കിടക്കുക. എന്റെ ഭാഷയാണ്. അവര് യേശുവിനെ അറിയണം, ഈ സത്യം അറിയണം. യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. കാരണം നമ്മൾ ഇന്ന് ക്ഷമിച്ചു നിൽക്കുന്നതിന്റെ കാരണം യേശു ആണ്. യേശു നമുക്ക് സമാധാനം തന്ന്, ക്ഷമിക്കാനുള്ള മനസ്സ് തന്ന്. എന്റെ ജീവിതത്തിൽ യേശുവിനെ അറിയുമ്പോൾ ഒരു സെക്കൻഡ് പോലും ക്ഷമിക്കത്തില്ല. ഒന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം പ്രതികരിച്ചിരിക്കും. ഇത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. യേശുവാണ് ഈ ക്ഷമ തന്നിരിക്കുന്നത്, ഈ സമാധാനം തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കും. എനിക്കറിയാം, ഞാൻ എന്റെ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം സ്കൂളിൽ വഴക്കിടാത്ത ഒരു ദിവസം പോലും, ഏതെങ്കിലും ഒരു ദിവസം ഓരോവനെ അടിച്ച് ഞാൻ കിടത്തിയിരിക്കും. കാലുമടക്കി അടിച്ച് അവനെ ബോധം കെടുത്തി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലത്തെ. കാരണം പ്രതികരിച്ചിരിക്കും. എന്നാൽ യേശു തന്ന സമാധാനം, യേശു തന്ന ക്ഷമ. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്നിങ്ങനെ വെല്ലുവിളി കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും. കാരണം ഒരു കാലത്ത് ഇതിനെക്കാട്ടും വലിയ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഗുണ്ടെന്നറിയപ്പെടുന്ന പുള്ളി നിന്ന് വെല്ലുവിളിക്കുക. അവനെ ഞാൻ ഒതുക്കി. ഞാൻ പറഞ്ഞു, നീ അടങ്ങിയിരുന്നില്ലെങ്കിൽ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കും കഴിവ് ദൈവം അത്രയ്ക്കും കാര്യങ്ങൾ പഠിച്ചിരുന്നു 18ാമത്തെ വയസ്സിൽ. അവനെ വരെ മിണ്ടാതെ. ഞാൻ പറഞ്ഞ അവിടുന്നൊക്കെ ദൈവം യേശുക്രിസ്തു ഇത്രയും വലിയ മാറ്റം തന്ന്. കാരണം കർത്താവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ, യേശുവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ 8 വയസ്സ് മുതൽ ഏകദേശം 19 വയസ്സ് വരെ ഞാൻ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങത്തില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു പുറത്തിറങ്ങാൻ. ഈ പറഞ്ഞുള്ള ഭയം എന്നെ പേടിപ്പെടുത്തിയിരുന്നു. എന്നാൽ യേശുവിനെ അറിഞ്ഞിട്ട് കൃപയാൽ ഇന്ന് ഒരു ഭയവും ഇല്ലെന്നില്ല. ഇന്ന് ഇന്ത്യ അല്ല, കേരളത്തില ആയിരക്കണക്കിന് വ്യക്തികളുടെ ശരീരങ്ങളിൽ നിന്ന് അന്ധകാര ശക്തിയെ പുറത്താക്കുന്നത്. പലപ്പോഴും ഞാൻ പല ശുശ്രൂഷകൾ ചെയ്യാൻ എന്നെ അവർ വിളിക്കുമ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യത്തിനാണ് വിളിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഈ വരുത്തുപോക്കെ കാര്യങ്ങളൊക്കെ പല കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കർത്താവ് കൂടെയുള്ളത് കൊണ്ട്. ഒരു കാലത്ത് 19 വയസ്സ് വരെ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന ഞാൻ ഇന്ന് എന്തിനെ ഭയപ്പെട്ടോ അതിനെ പുറത്തേക്കാനുള്ള അധികാരം ദൈവത്തിന്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായെങ്കിൽ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. പൗലോസ് പറഞ്ഞ്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓരോ ദിവസവും നമ്മൾ മനസ്സ് പുതുക്കണം. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. നമ്മൾ ക്രിസ്തുവെന്ന തലയോളം വളരണം. ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നണം. ക്രിസ്തുവിലെ നമുക്ക് എത്രത്തോളം വളരാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യാം? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റം വരെയും എന്റെ സാക്ഷിയാകണം. ഞാൻ ആ വാക്യം വിശ്വസിച്ച് അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത്, ആ വാക്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായി കർത്താവ് എന്നെ അയച്ചുകൊണ്ടിരിക്കുക. കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല, പറഞ്ഞാലൊന്നുമല്ല. ഞാൻ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോകണ്ടയാ. ഒരു സൈക്കിൾ പോലും വരാത്ത സ്ഥാനത്ത് ദൈവം അനേക വാഹനങ്ങൾ തന്നു. 22 വർഷമായിട്ട് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു സൈക്കിൾ പോലും ചവിട്ടത്തിൽ നിന്നെന്തിയാ അവിടെ ഞങ്ങളവിടെ ഇല്ലത്. പക്ഷെ ദൈവം ഇതെല്ലാം ഒരുപാട് നന്മകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് 70 രൂപയുടെ ഒരു ബൈബിളുമായിട്ട് 2002 ജൂൺ 5-ാം തീയതി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതാ. കൃപയാൽ എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. ദൈവം എല്ലാം തന്നത്, കുഞ്ഞുങ്ങളെ, നല്ല തലമുറ, നല്ല കുടുംബം, എല്ലാം. ഞങ്ങളെ കർത്താവിന് ഞാൻ അറിഞ്ഞത് മുഖാന്തരം ഇന്ന് എന്റെ ഞങ്ങൾ കുടുംബമായി കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദൈവം ഓരോ ദിവസം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഈ സാക്ഷി പറയാൻ പോലും ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാം. ഇന്ന് രാവിലെ എന്റെ ഫോൺ വീണ് ഡിസ്പ്ലേ മൊത്തം തകർന്നു പോയി, ക്ലിയർ അല്ല. വൈകിട്ട് ഫോൺ എടുത്ത് ഞാൻ
വീഡിയോ കോൾ നോക്കുമ്പോൾ പറ്റത്തില്ല. അത്രയ്ക്കും പറയാതിരിക്കാൻ വേണ്ടി ശത്രു പദ്ധതി ഒരുക്കി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി ഞാൻ സാക്ഷ്യം പറയണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ഇങ്ങനെ അവസരം ലഭിച്ചപ്പോൾ എന്ത് ചെയ്യാ ആഗ്രഹിച്ചായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ സഹായിച്ച് കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഒരിക്കലും ഈ ഭൂമിയിൽ കാണാത്ത ഈ സമയത്ത് കാണേണ്ടതല്ല, എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവത്തെ സ്തുതിക്കാണ്. ഇങ്ങനെ ഒരു അവസരം കർത്താവിന്റെ ദാസി ഒരുക്കി. ഇങ്ങനെ അനേകർക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കണം. കാരണം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, കർത്താവിന്റെ ദാസി ഏൽപ്പിച്ച് പ്രസംഗിക്കാനും ഇങ്ങനെയുള്ള അനേക ദൈവദാസന്മാർക്ക് വേണ്ടി ഒരുക്കണം. കർത്താവ് ബലപ്പെടുത്തിട്ട് അത് പ്രത്യേക അഭിഷേകമാണ്. ചിലർക്ക് പരസ്യകം പ്രസംഗിക്കാൻ, ചിലർക്ക് പ്രാർത്ഥിക്കാൻ, ചിലർക്ക് ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കാൻ. ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപ തന്നിരിക്കുക. നമ്മളെ ഏൽപ്പിച്ച എന്താണോ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകുക. നമ്മളെ വിളിച്ചവൻ എന്ത് ചെയ്യാ, വിശ്വസ്തന് ഒത്തവൻ എന്ത് ചെയ്യാ, നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യാൻ തയ്യാറാകുക. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചെറിയ വിളിയല്ല, വലിയ വിളിയാണ്. സ്തോത്രം. നമ്മളെ അനേകർ ഈ ലോകത്തുണ്ട്. ഞങ്ങളുടെ അവിടെ ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത, സ്വഭാവ രീതി പോലും ഇഷ്ടമില്ലാത്ത ആരും, കാരണം ആരോടും ഞാൻ പ്രതികരിക്കും, എനിക്ക് വിഷയമല്ല. അങ്ങനെ തള്ളപ്പെട്ട എന്നെ കർത്താവ് അവിടുന്ന് വിളിച്ച് ഇന്ന് നല്ല മാന്യത, ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ കഴിക്കുന്ന ആഹാരം പല സ്ഥലത്തും ഒരിക്കലും ചെല്ലാൻ പറ്റത്തില്ല, കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥാനത്ത് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ഈ ഹൈദരാബാദിലൊക്കെ പോയി ഇംഗ്ലീഷ് ചർച്ചിൽ പോയി സയന്റിസ്റ്റിന്റെ ഒക്കെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ എടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എന്റെ അടുത്തും അവർ ചോദിച്ചാൽ പിന്നെ മറുപടി ഇല്ലെന്ന്. കാരണം അവരുടെ തലയിലോട്ട് കൈവെക്കും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഓർക്കും, ദൈവം എന്നെ സ്നേഹിച്ച, ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുക. അവിടെ നശിച്ചു പോകണ്ട, അവിടെ ഒതുങ്ങി അവിടെ ജീവിതം തീരേണ്ട എന്നെ, ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ ദ്വീപിൽ ജീവിതം തീർന്നു പോകേണ്ട എന്നെ ഇന്ത്യ മുഴുവൻ ദൈവം അയച്ചെങ്കിൽ ആ ദൈവത്തിന്റെ വിശ്വസ്തത. അവൻ വാക്ക് പറഞ്ഞ വാക്ക് മാറത്തില്ലെന്നേ. നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെയാൻ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ പോയിരിക്കും. ഇന്ത്യ മുഴുവൻ പോയി. ഇനി അടുത്ത ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ അങ്ങക്ക് എന്ത് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അങ്ങയുടെ സാക്ഷിയാകാൻ വേണ്ടി. സ്തോത്രം. ഇനി വിദേശത്ത് പോയില്ലേ പോലും വർഷങ്ങളായിട്ട് വിദേശത്തുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വിളിക്കും. ഞാൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, ഞാൻ പുകഴ്ചയല്ല പറയുന്നത്. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ ആർ ബ്ലോക്കിൽ ഒതുങ്ങി അവിടെ ലോകത്തിലെ ഒരു മനുഷ്യനും അറിയാതെ കിടക്കേണ്ട അവിടുത്തെ ഇന്ന് ദൈവകൃപയാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ എന്റെ പേരറിയും. ഇതിന്റെ കാരണം യേശു എന്നെ വിളിച്ചത്, എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം തന്ന ആ ശുശ്രൂഷകൾ വിശ്വസ്തയോടുകൂടി നമുക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനേക ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് തന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാ. ആ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ഇന്നുവരെ പണം സമ്പാദിക്കാൻ നോക്കിയിട്ടില്ല. ഇന്നുവരെ 23 വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് നന്മ ദൈവം തന്നിട്ടുണ്ടോ, അതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ടുകൊണ്ടിരിക്കുക. കാരണം നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ, പ്രത്യാശ. നിത്യത നഷ്ടപ്പെട്ടിട്ട് ലോകത്ത് നമ്മൾ എന്ത് നേടിയാലും അതൊന്നും എന്ത് ചെയ്യാ പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മുടെ ആശ നിത്യതയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മരണം വരെയും കർത്താവിൽ ആയിരിക്കാൻ, പ്രത്യാശയോടെ ആയിരിക്കാൻ നമുക്ക് ദൈവശക്തി വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു അവസരം ഒരിക്കൽ കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. Thank you, Pastor. Hallelujah. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രയാസത്തിന് നടുവിലും ഞങ്ങളോടത്ത് സാക്ഷീകരിച്ചല്ലോ. അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. എല്ലാം പകുതി ആമേൻ പറഞ്ഞു. കാരണം സാക്ഷ്യങ്ങൾ പലതും അല്ലേ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കർത്താവിനെ അറിയുന്നതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ പലതും പറയുവാൻ മടിയാ. അതാത്ത പ്രശ്നം. ഇത് പറഞ്ഞത് നമുക്കൊരു ഇത് പറയാൻ തോന്നുന്നു. കാരണം നമ്മൾ ഓൾറെഡി മരിച്ചല്ലോ. പഴയത് പറയുമ്പോ പിന്നെ ജഡം പൊങ്ങുക, പഴയത് പോയി. അതെ, അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഒരുവൻ ക്രിസ്തുവിലായൻ പുതിയ സൃഷ്ടി അത്രയെന്ന അല്ലേ. വടിവാളും കമ്പിയും കുന്തവും കഠാരയും തൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ഇവയെല്ലാമായിട്ട് നടന്ന സ്ഥാനത്തു നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവന്നത് ഒരു ശൗലിനെ വിളിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അവനെ പൗലോസാക്കി മാറ്റിയതുപോലെ കർത്തദാസിനെ ഈ ദിവസങ്ങളിൽ കർത്താവ്
തൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച് അനേകായിരങ്ങൾക്ക് ഒരാശ്വാസമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പര സാക്ഷ്യം എന്താണ് നമുക്ക് കേൾക്കേണ്ടത്? ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥാനത്ത് ഞാൻ ആ ഗാവിൻ്റെ പേര്, ഞാൻ ആ ദ്വീപിൻ്റെ പേര് ആർ ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആർ ബ്ലോക്ക് എന്ന ദ്വീപിൽ ഒതുങ്ങേണ്ട സ്ഥാനത്ത് പത്മോസിന്റെ ആമേൻ ദ്വീപിൽ കൊണ്ട് യോഹന്നാനെ കൊണ്ട് അവിടം കൊണ്ട് തീർന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആമേൻ വന്യമൃഗങ്ങളും ആമേൻ ഒരു കൂട്ടം തലയോട്ടി കഷ്ണങ്ങളും മാത്രമാക്കി കിടന്ന സ്ഥലത്ത് കഴുകൽ കൂട്ടങ്ങൾ പറന്ന് ആമേൻ യോഹന്നാനെ ആക്രമിച്ച് തിന്നുമെന്ന് തോന്നിച്ച സ്ഥാനത്ത് നിന്ന് വെളിപ്പാട് കൊടുത്ത് സ്വർഗീയ ദർശനം കണ്ട് യോഹന്നാൻ പുറത്തു വന്നു എങ്കിൽ ആമേൻ ഇന്ന് ഇതേപോലെ തന്നെ ഒരു ബ്ലോക്കിൽ നിന്ന് ആമേൻ ഒരു ദ്വീപിൽ നിന്ന് ആമേൻ കർത്താവിന്റെ ദാസനെയും വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. ഇന്ന് അനേകർക്ക് താൻ ഒരു വലിയ വിടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹീതമേറിയ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്കും ഭാഗ്യം ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുക. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബത്തിൽ ആമേൻ അനേക മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. 26ാമത്തെ മന്ത്രവാദിയായി ആമേൻ അഭിഷേകം ചെയ്യേണ്ട സ്ഥാനത്ത് അല്ലേ? ആമേൻ സ്തോത്രം. 17ാമത്തെ ആഭിചാരകനാകേണ്ടിയ മന്ത്രവാദിയാകേണ്ടിയ മന്ത്രങ്ങൾ പഠിക്കേണ്ടിയ വ്യക്തി ഇന്ന് തന്ത്രങ്ങളെയും മന്ത്രങ്ങളെയും ശാസിച്ച് ആമേൻ മന്ത്രവാദികളെയും ആമേൻ തന്ത്രം പഠിപ്പിക്കുന്നവരെയും സകല തന്ത്രശാലികളെയും ആമേൻ ആമേൻ കർത്താവിന്റെ നാമത്തിൽ കൈക്കുമ്പിളിൽ ഒതുക്കുവാൻ ആ അധികാരം കർത്താവ് കൊടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്ന് 2013 ഏകദേശം അമേരിക്കയിൽ ഒരു കോള് വന്നു. അമേരിക്കയിൽ ഒരു പെൺകുട്ടിയെ ഒരു മന്ത്രവാദി, പിന്നെ ആഫ്രിക്കക്കാരനാ, അവൻ 6 വർഷം കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുവായിരുന്നു. അങ്ങനെ അവർക്ക് മകളെ കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല. അവരെനിക്ക് അവരെ വേറൊരാൾ പരിചയപ്പെടുത്തി വിളിച്ച് പറഞ്ഞ് ഇന്നപോലെ സംഭവം. ഞാൻ പറഞ്ഞു 7 ദിവസം പറഞ്ഞ് മന്ത്രവാദി അവൻ പ്രാർത്ഥിച്ച്. ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. 5ാമത്തെ ദിവസം അവൻ ഈ ഭൂമിയിൽ അങ്ങ് പോയി. ഇതേ സെയിം തന്നെ കോട്ടയത്ത് കൊല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേ ഒരു മന്ത്രവാദി ഒരാളെ വരട്ടിക്കൊണ്ടിരുന്നു. അവനെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇതൊന്നും ഞാൻ പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കർത്താവാ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കർത്താവിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. പിശാചിന്റെ ശക്തിയാൽ ആമേൻ ചിലത് ചെയ്യുമ്പോൾ പിശാച് ശക്തിമാനാണ്. നമ്മുടെ കർത്താവ് ആരാണ്? ആമേൻ. അവന്റെ തന്ത്രങ്ങൾ അതെ. എന്നാൽ മഹാശക്തിമാനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ നമ്മുടെ ദൈവം ഹല്ലേലൂയ ആമേൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. കർത്തദാസനെ ധാരാളം അനുഭവങ്ങൾ പറയുവാനുണ്ട്. നോർത്ത് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. അവിടെ മുഴുവനും ഭൂതങ്ങളാണ്. ആമേൻ. കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. ഞാൻ ചിന്തിക്കും വെറും ആക്ഷൻ കാണിച്ചിട്ട് ഭൂതങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതിന്റെ ശക്തി. ഞാൻ യേശുവിനെ മാതൃകയാക്കി ഞാൻ പറയാറുണ്ട്. ഞാൻ ഇപ്പൊ 1000കണക്കിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1000 വ്യക്തികൾ. ഞാൻ കർത്താവ് പറഞ്ഞ് ഇവനെ വിട്ടു പോകാനാ പറഞ്ഞു, അല്ലാതെ ആളും പേരും മരക്കും പൊടിച്ച് ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഒരു സൺഡേ തന്നെ 17 പേരുടെ മേത്തുനിന്നൊക്കെ ഇറക്കുന്നത് ഒരു സൺഡേയില്. അപ്പൊ എത്ര മണിക്കൂറുകൾ വേണം ഇറക്കണം? ഞാൻ മണിക്കൂർ കൊണ്ട് ഇവരെല്ലാം ഇത് ചെയ്യും. നമുക്ക് മണിക്കൂറുകളുടെ ആവശ്യമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞാൽ പുറത്തു പോയിരിക്കും. പവറ് അത് അങ്ങനെ തന്നെ ദൂരെ പോകും. എന്റെ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കടന്നു പോകുന്ന, നോർത്ത് ഇന്ത്യയിലല്ല കേരളത്തിൽ ഇതുപോലെ ധാരാളം ഭൂതങ്ങളെ ഓടിച്ചിട്ടുണ്ട്. എനിക്കും ഇതൊന്നും ഒരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കാരണം പലപ്പോഴും നമുക്കിതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. സർവാധികാരിയായവൻ നമ്മോട് കൂടെയുണ്ട്. ആ അധികാരിയായവൻ നമ്മോട് കൂടെയുള്ളപ്പോൾ സകലത്തെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുക. നമ്മൾ അധികാരികളാണ്. നമ്മളാൽ ആമേൻ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നമ്മിലൂടെ ദൈവം വലിയവ ചെയ്യുക. ഒരിക്കലും ഇതുപോലെ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. ഇതുപോലെ ഒത്തിരി ദേവദാസന്മാരും ഒക്കെയുണ്ട്. വളരെ ഒരു മിറക്കിൾ അന്ന് നടന്നു. കുറേ അവിടെ വന്ന അതിൽ എനിക്ക് തോന്നുന്നു ഒരു 75% പൈശാചിക മേഖലയിൽപ്പെട്ടവരായിരുന്നു. ഒരു സഹോദരിയുടെ ദേഹത്ത് നിന്നും പോയിട്ട് മറ്റുള്ളവരുടെ എല്ലാം പോയി. ഒരു സഹോദരി പോയിട്ട് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ മടങ്ങി വന്നു.
മടങ്ങി വന്നതിന് ശേഷം എനിക്ക് ശബ്ദവുമില്ല, ഒന്നുമില്ല. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ശബ്ദമില്ല, പ്രഗത്ഭരായ ദൈവദാസന്മാരുണ്ട്, അവരോട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ രാവിലെ തന്നെ പഞ്ചാബിലെ സ്ഥലം വിട്ടു. ആം, അവർക്ക് എന്തോ അവർക്ക് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒന്നിനും കൊള്ളുവല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് അവിടെയുള്ള മെയിൻ ആൾക്കാർ പോലും പുറത്ത് ജനലിൽ കൂടി എത്തി നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ഈ രാത്രിയിൽ സഹോദരി വീട്ടിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് രാവിലെ വീണ്ടും കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ശബ്ദമില്ല, എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, അങ്ങയാൽ സകലതും ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ രാത്രിയിലൊക്കെയും അങ്ങാണ് കൺവെൻഷൻ വേദികളിൽ അവിടെ ഭൂതങ്ങളെ വിട്ടതിന് രോഗികൾ സൗഖ്യമായതുമൊക്കെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ സ്ത്രീയിൽ വ്യാപരിച്ച ദുഷ്ടാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 2 മിനിറ്റ് തരും, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കും, ഞൊടിക്കും കൈ, അപ്പം വിട്ടുപൊക്കോളൂ പറഞ്ഞു. ഇത് പറയുകയും ബഹളം തുടങ്ങി. പോകത്തില്ല, കൃപയാൽ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ കൈ ഞൊടിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരി അന്നേക്ക് ആ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി. ഞാൻ പറയട്ടെ, ശബ്ദം വെക്കണ്ട. ആമേൻ. നമ്മൾ യാതൊരു വിധത്തിലും ബഹളം വെക്കണ്ട, പേര് ചോദിക്കേണ്ട, ഒന്നും ചോദിക്കേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസ് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ നിന്ന് വിടനോട് കൽപ്പിച്ചപ്പോൾ, പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ. ആ കർത്താവിന്റെ നാമത്തിന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് അവിടെ വ്യാപരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആരുടെയും കഴിവുകളൊന്നുമല്ല. കൃപയാൽ നമ്മളൊക്കെ ഒരു പാത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ഒരു കർത്താവിന് ഉപയോഗിക്കാൻ ഒരു മീഡിയ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം കേട്ടല്ലോ, ആഗ്രഹിക്കാം അനേകരെ വിടിവിക്കുവാൻ, നമ്മളിലൂടെ ആ കർത്താവ് ഈ അത്ഭുതമാർന്ന കാര്യങ്ങൾ ചെയ്യുവാൻ. അഭിഷേകമുള്ളവരുടെ മുൻപിൽ പൈശാചിക മണ്ഡലം നിൽക്കുവാൻ ഇടയാകത്തില്ല. ആകയാൽ അഭിഷേകത്തിന്റെ ശക്തി മുഖത്തെ തകർക്കും. ആരെയൊക്കെ അമർത്തി വെച്ചിരിക്കുന്നു അവരെയൊക്കെയും പുറത്തു കൊണ്ടുവരുവാൻ ഇടയാകും. ആകയാൽ ഈ വലിയൊരു കൃപ പ്രാപിച്ചെടുക്കുവാൻ, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മാലാവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് കർത്തദാസന്റെ സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. നമുക്കേവർക്കും കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെയും കടന്നുപോയി ആശ്വാസപ്രദനായ കർത്താവിന്റെ സ്നേഹവും ആ വിടുവിക്കുന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ നമുക്കും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പറയട്ടെ, വിദ്യാഭ്യാസം അതിന് ഒരു തടസ്സവുമല്ല, അഭിഷേകമാണ് വലുത്. കർത്തദാസന്റെ സാക്ഷ്യം സത്യം പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം പകർന്നു. ഇന്ന് ഡിഗ്രിയും പേരും പെരുമയും ഒക്കെ ആൾക്കാർ നോക്കി സെലക്ട് ചെയ്യുന്നത്. പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രി വേണം, വചനം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന ഡിഗ്രികൾ വേണം. ഇതൊക്കെ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ. ദൈവമക്കളെ, എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കും. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവിന്റെ മുൻപിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നുമില്ല. ഹല്ലേലൂയ. കുപ്രസിദ്ധിയിൽ നിന്നവരെ സുപ്രസിദ്ധരാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കർത്തദാസനെ ഒരു സുപ്രസിദ്ധനാക്കി തീർക്കുവാൻ കർത്താവിന് സാധിച്ചെങ്കിൽ, ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദാസന് ഒരു കാര്യം പറഞ്ഞു, ശുശ്രൂഷയ്ക്ക് ആഗ്രഹിക്കുന്നവർ ഇന്ന് തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. പ്രാർത്ഥനയാണ് സകലത്തിൻ്റെയും പിൻപിൽ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനെ ദൈവം ഈ ദിവസങ്ങളിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും. എവിടൊക്കെ തളർത്താൻ ശ്രമിക്കുന്നുവോ അവിടൊക്കെ ഉയർത്തുന്ന ദൈവമാ. എവിടൊക്കെ നിന്ദിച്ചോ അവിടൊക്കെ മാനിക്കുന്ന ദൈവമാ. കർത്തദാസൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. ദൈവമക്കളെ, ഇന്ന് പല ശുശ്രൂഷകന്മാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം. മൊബൈലിന്റെ മുൻപിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സമയം ചെലവഴിക്കും. മറ്റേ ചിരിതമാശകളിലും മറ്റുള്ള ഇതര കാര്യങ്ങളിലും മണിക്കൂറുകൾ സമയങ്ങൾ ചിലവഴിച്ചാലും പ്രാർത്ഥനയുടെ സമയങ്ങൾ അത് പിശാച് കവർന്നെടുക്കുകയാണ് എന്നുള്ള ആ ബുദ്ധിയും അതിനുള്ള ബോധ്യവും പിശാച് ഇന്ന് മനുഷ്യനിൽ നിന്ന്, വ്യക്തിത്വങ്ങളിൽ നിന്ന്, അതേ ദൈവദാസന്മാരിൽ നിന്ന്, ദൈവദാസിമാരിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് ആത്മീയ ഗോളത്തിൽ മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് ഈ സാക്ഷ്യം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നാൻ കാരണം പ്രാർത്ഥനയുടെ മറുപടിയാ. വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയോ വാക്ചാതുര്യങ്ങളോ
കഴിവുകളോ ഒന്നുമല്ല കർത്തദാസനെ ദൈവം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ അഭിഷേകമാണ്. ആകയാൽ ആമേൻ, അഭിഷേകം ഈ ദിവസങ്ങളിൽ നമ്മിൽ ഓരോരുത്തരിലും വ്യാപരിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മാലാവോളം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിൽ കർത്തദാസിനെ വളരെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ആമേൻ. പിന്നെയും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അധികമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. കുഞ്ഞുങ്ങളെയും കൂട്ടുദാസിയെയും ദൈവം സഹായിക്കട്ടെ. ദൈവസഭയെ ദൈവം വളർത്തട്ടെ. ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. തുടർന്നും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തി അങ്ങയുടെ അഭിഷിക്തന് മേൽ വെളിപ്പെടണമേ. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സകല വേലയിലും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പിന്നെയും മുന്നേറുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. അതിനായി സമർപ്പിക്കുന്നു. കർത്താവെ, സാക്ഷ്യവാചകം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഞങ്ങളാലാവോളം അല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന അളവോളം അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായി ഉപയോഗിക്കപ്പെടുവാൻ സമർപ്പിച്ചു തരികയാണ്, ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.